നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യയോ എന്നുള്ള പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും നാം കടന്നു വരികയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ രക്ഷ ഭദ്രമായിരിക്കുന്നത് ദൈവിക വാഗ്ദത്തങ്ങളിന്മേൽ ആണ് എന്നാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം തന്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ഒരു നാളും അനുദപിക്കുന്നില്ല. ദൈവം മനുഷ്യനോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ട് ആ വാഗ്ദത്തത്തെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് ദൈവം അനുദപിക്കാറില്ല. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ ഈ ദേശമൊക്കെ നിനക്കും നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി, അതായത് ശാശ്വത അവകാശമായി നൽകുമെന്ന്. അത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമാണ്. പിൽക്കാലത്ത് ഇസ്രയേൽ മക്കൾ, അബ്രഹാമിന്റെ പിതൃതലമുറക്കാരായിരുന്ന അല്ലെങ്കിൽ വംശാവലിപ്പെട്ടവരായ ഇസ്രയേൽ മക്കൾ ജീവനുള്ള ദൈവത്തെ പരിത്യജിച്ച് ദൈവത്തിന് വിരോധമായി പാപം ചെയ്തു പോയപ്പോഴും ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം ദുർബലമാക്കിയില്ല എന്നാണ് നമ്മൾ ഇതിലൂടെ വായിക്കുന്നത്. റോമർ 10:9 അതുപോലെ തന്നെ 11 അധ്യായങ്ങളിൽ ദൈവം തന്നെ വാഗ്ദത്തം ഇസ്രായേലിന്റെ ബദൽ ദുർബലമാക്കിയിട്ടില്ല എന്ന് വളരെ ശക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 6:37 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരുന്നു. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരുന്നു. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ക്രിസ്തുവിന്റെ അടുക്കൽ വിശ്വാസത്താൽ ചെന്നിട്ട് അവനിൽ വിശ്വസിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചവരെ പിതാവായ ദൈവം യേശുക്രിസ്തുവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു എന്നുള്ള നിർണയമാണ് ദൈവവചനം നമുക്ക് നൽകുന്നത്. അങ്ങനെയുള്ള നമ്മുടെ കർത്താവ് നമ്മെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നാണ് പറയുന്നത്. അതായത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ, അതായത് രക്ഷിക്കപ്പെട്ടവരായ നിങ്ങളെ പിതാവായ ദൈവം എനിക്ക് തന്നിരിക്കുകയാണ്. ഞാൻ അവരെ എന്ത് ചെയ്യില്ല, ഒരു നാളും തള്ളിക്കളയുകയില്ല. ഇങ്ങനെ വിശ്വസിക്കുവാനുള്ള വാഗ്ദത്തമാണ് ഈ യോഹന്നാൻ 6:37. ഇവിടെ ഒരു നാളും എന്ന് പറയുന്ന വാക്ക് രണ്ട് നിഷേധക പദങ്ങൾ ഒന്നിച്ചു ചേർന്ന് വരുന്ന പദമാണ്. രണ്ട് നിഷേധ പദങ്ങൾ ഒന്നിച്ചു ചേർന്ന് വരുന്നതാണ്. അതിന് യാതൊരു പ്രകാരത്തിലും അറ്റ് എനി റീസൺ, അറ്റ് എനി കോസ്, അത് യാതൊരു നിലയിലും ഒരു പ്രകാരത്തിലും യാതൊരു കാരണം കൊണ്ടും അത് ദൈവം തള്ളിക്കളയുകയില്ല എന്നുള്ള അർത്ഥമാണ്. എന്റെ അടുക്കൽ വരുന്നവനെ യാതൊരു പ്രകാരത്തിലും ഞാൻ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് കാരണത്താലാണ് നമ്മുടെ രക്ഷ നഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുക? ഒരിക്കലും അസാധിക്കുകയില്ല. കാരണം തന്റെ വാഗ്ദത്തത്തെ സംശയിച്ചാൽ താൻ അസത്യവാദിയാണെന്ന് നാം പരോക്ഷമായി ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പൊ ദൈവം നൽകിയ വാഗ്ദത്തത്തെക്കുറിച്ച് ദൈവം ഒരിക്കലും അനുദപിക്കുന്നില്ല. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ നിന്റെ സന്തതി പരമ്പരകൾക്ക് ഈ ദേശം ശാശ്വത അവകാശമായി നൽകും. പിൽക്കാലത്ത് തന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ഇസ്രായേൽ ജനം ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യ ദേവസേവയ്ക്കായിട്ട് പോയിട്ട് പോലും ദൈവം പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തത്തെ പിൻവലിക്കുകയോ അതിനെ ദുർബലമാക്കുകയോ ചെയ്തില്ല. റോമർ 9, 10, 11 അധ്യായങ്ങളിൽ ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ ദുർബലം ആക്കിയിട്ടില്ല എന്ന് അരക്കിട്ട് ഉറപ്പിച്ച് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തന്റെ വാഗ്ദത്തത്തെ കുറിച്ച് നാം സംശയിച്ചാൽ ദൈവത്തെ നാം എന്ത് ചെയ്യുന്നു? അസത്യവാദിയാക്കിയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇതിനോട് ചേർന്ന് ചിന്തിക്കേണ്ട വാക്യമാണ്. അവിടെ നാം വായിക്കുന്നു, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായാൽ അവനെ അസത്യവാദിയാക്കുന്നു. ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായാൽ അവനെ അസത്യവാദിയാക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അവകാശമായി തന്നിൽ വിശ്വസിച്ചവരെ പിതാവായ ദൈവം കർത്താവായ യേശുവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ളവരെ ദൈവം ഒരു കാരണവശാലും തള്ളിക്കളയുകയില്ല എന്നുള്ള ദൈവത്തിന്റെ നിത്യമായ വാഗ്ദത്തത്തെ അവിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? അവൻ ദൈവത്തെ അസത്യവാദിയാക്കി മാറ്റുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം,
കർത്താവിനെ അവിശ്വസിക്കുന്ന പാപം നമ്മിൽ ആരിലും വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എബ്രായലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, നിങ്ങൾ സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ അവിശ്വസിക്കേണ്ടതിന് നിങ്ങളിൽ ആർക്കും ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവനുള്ള ദൈവത്തെ, സത്യദൈവത്തെ അവിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയഭാവം നമ്മിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൽ ചാരുകയും ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടതാണ് ആവശ്യം. നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. ആ വാഗ്ദത്തം അഴിവില്ലാത്തതാണ്. ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച്, വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുദപിക്കുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ചും ദൈവം അനുദപിക്കുന്നില്ല. ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ ശേഷം ദൈവം, അയ്യോ എനിക്ക് അങ്ങനെ പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് പറഞ്ഞ് ദൈവം അതിനെ ദുർബലമാക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാം എന്നും അങ്ങനെ രക്ഷിക്കപ്പെടുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവകാശമായി പിതാവായ ദൈവം അവരെ യേശു ക്രിസ്തുവിന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം, അയ്യോ അബദ്ധമായി പോയല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് അനുദപിക്കുകയോ വിലപിക്കുകയോ അതിനെ ദുർബലമാക്കുകയോ ചെയ്യുന്ന ആളല്ല നമ്മുടെ ദൈവം എന്നാണ് ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിത യാത്ര മുമ്പോട്ട് പോകണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ വാക്കു മാറാത്തവൻ എന്നാണ് തിരുവെഴുത്തിൽ ഞാൻ വായിക്കുന്നത്. ദൈവം അങ്ങനെ വാഗ്ദത്തം ചെയ്തു, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ധാരാളം മതി, ഞാൻ നശിച്ചു പോകുകയില്ലെന്ന് കർത്താവ് എന്നോട് വളരെ വ്യക്തമായി ഉറപ്പോടുകൂടി പ്രസ്താവിച്ചിരിക്കുന്നു. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവ പൈതലാകിയാൽ ഞാൻ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്ന് വളരെ ഉറപ്പോടുകൂടെ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. തന്റെ വാഗ്ദത്വം എനിക്ക് എന്റെ രക്ഷയുടെ സ്ഥിരീകരണത്തിന് ധാരാളം മതിയായതാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഇനി അതിനേക്കാൾ ശക്തിമത്താണ് കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ വാഗ്ദത്തം. ഒന്നാമത്തെ വാഗ്ദത്തം യോഹന്നാൻ 6:37 രണ്ടാമത്തെ വാഗ്ദത്തം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 26, 27, 28 വാക്യങ്ങളാണ്. ഈ വാഗ്ദത്തം നമുക്കറിയാം. യോഹന്നാൻ 10 എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു നല്ല ഇടയൻ ആകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ വാക്യങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, എന്റെ ആടുകൾ, കർത്താവ് പറയാണ്, മൈ ഷീപ്സ് ദേ ഹിയർ മൈ വോയിസ് ആൻഡ് ദേ ഫോളോ മീ. ഐ നോ ദം ആൻഡ് ദേ ഫോളോ മീ. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിമരണം മുതൽ ഈ നിമിഷം വരെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ ആളുകളെയും കർത്താവിന്റെ മേശപ്പുറത്തെ ആടുകളായിട്ടാണ് കർത്താവ് പരിഗണിക്കുന്നത്. അവയിൽ ഓരോ ആടുകളെയും കർത്താവ് അറിയുന്നു. ഹി നോസ് ഈച്ച് ഇൻഡിവിജ്വൽസ്. ഗലാത്യർ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുന്നു. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി, അതേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം. അപൂർവമായ നമ്മിൽ പല ആളുകൾ അദ്ദേഹം കേരളത്തിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ പൊതുവേദികൾ വന്നിട്ടുള്ള സമയത്ത് അദ്ദേഹത്തെ ദൂരവേ നിന്നെങ്കിലും കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കിങ്ങനെ പറയാൻ കഴിയും, ഐ നോ ഹിം, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ എനിക്കറിയാം എന്ന് പറയുന്നു. എന്നാൽ തിരിച്ച് നരേന്ദ്രമോദി പറയാണ്, ഐ നോ ഈച്ച് സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി. ഈ രാജ്യത്തെ ഓരോ പൗരന്മാരെയും എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ അർത്ഥവ്യാപ്തിയുണ്ട്. അതായത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരെയും വ്യക്തിഗതമായി കണ്ട് പരിചയപ്പെടാനും അറിയാനും സാധിക്കില്ല. ഇവിടെ 146 കോടി ജനങ്ങളുണ്ട്. അത് ഹൈപ്പർബോളിക് എക്സ്പ്രഷൻ എങ്കിലും അദ്ദേഹത്തിന് എന്നെ അറിയാം. ഞാൻ പറയാ, അദ്ദേഹത്തിന് എന്നെ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് മീനിങ് ഫുൾ. വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രസ്താവനയാണത്. കർത്താവ് പറയാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഐ ഗിവൺ ടു ദം ഇറ്റേണൽ ലൈഫ് ആൻഡ് ദേ ഷാൽ നെവർ പെരിഷ്. കർത്താവ് തന്റെ ആടുകൾ കൊടുക്കുന്നത് നിത്യജീവനാണെന്ന് ഒരിക്കൽ കൂടി കർത്താവായ യേശു ഇവിടെ ആവർത്തിച്ച് പ്രസ്താവിക്കുകയാണ്.
അവ കർത്താവിന്റെ അടുത്ത് കൊടുക്കുന്ന നിത്യജീവനാണെന്ന് ആദ്യം പറയുന്ന വാക്ക് അതാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു. അതാദ്യം പറയുന്നു. ആ വാക്ക് മാത്രം മതിയാകും നമ്മുടെ രക്ഷ ഭദ്രമാണെന്ന് തെളിയിക്കാനായിട്ട്. ഐ ഗിവൺ ടു ദം ദ ലൈഫ് ഇറ്റേണൽ. അപ്പൊ എങ്കിലും ഇത് മനസ്സിലാക്കുവാൻ കഴിയാത്ത മന്ദബുദ്ധികളായ ആളുകൾ അല്ലെങ്കിൽ ബുദ്ധിയിലെ മാന്യതയുള്ള ആളുകൾക്ക് ഈ യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതിനു വേണ്ടി യോഹന്നാന്റെ 6:37 ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം ഇവിടെയും ഭർത്താവ് പറയണേ, ഒരു നാളും അവ നശിച്ചു പോകുകയില്ല. മറ്റൊരു പറഞ്ഞാൽ, ഞാൻ ഒരു നാളും അവയെ തള്ളിക്കളയില്ല. പിതാവിനിക്ക് തന്നത് ഒന്നുപോലും നഷ്ടമാകാതെ ഒടുവിലത്തെ പുനരുദ്ധാനത്തിൽ ഞാൻ അവരെ ഉയർപ്പിക്കണമെന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടം. അവയെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു നാളും എന്നതിന് യാതൊരു പ്രകാരത്തിലും എന്നുള്ള അർത്ഥമാണ്. അറ്റ് എനി റീസൺ, വാട്ട് എവർ ദ റീസൺ, എന്ത് തന്നെയായിരുന്നാലും എനിക്ക് അവയെ തള്ളി പറയാനായിട്ട് സാധിക്കത്തില്ല, അവ നഷ്ടമാകുകയില്ല എന്ന് ഇവിടെ യോഹന്നാൻ പറയുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ രക്ഷ ഒരു കാലത്തും ഒരു പ്രകാരത്തിലും നഷ്ടമാകുകയില്ല എന്നുള്ളതിന് ഇതിനേക്കാൾ അധികം പ്രസ്താവനയോ പ്രഖ്യാപനങ്ങളോ ഒന്നും ആവശ്യമില്ല. വളരെ ലളിതമായ യോഹന്നാൻ 6:37, 10:26, 27, 28 ഈ വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. 10:6-37 ഞാൻ അവയെ തള്ളിക്കളയുകയില്ല, ഒരു പ്രകാരത്തിലും തള്ളിക്കളയില്ലെന്ന് പറയുന്നു. ആ 10:26, 27, 28 വാക്യങ്ങളിൽ ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു പ്രകാരത്തിലും നശിച്ചു പോകുകയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് രക്ഷയുടെ നിത്യഭദ്രത, ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, രക്ഷയുടെ നിത്യഭദ്രത തിരുവെഴുത്തിലെ വ്യക്തമായ ഉപദേശമാണ്, തിരുവെഴുത്തിന്റെ പഠിപ്പിക്കലാണ് എന്ന് ഏതൊരു വേദപഠിതാവിനും അനായാസേന മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ രക്ഷ ദൈവസ്ഥാനിൽ ഭദ്രമാകുന്നതിന്റെ കാരണം കർത്താവ് ഇങ്ങനെ ഉറപ്പേറിയ വാഗ്ദത്തങ്ങൾ കൊണ്ട് അത് ഉറപ്പിച്ചിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഒരു പ്രകാരത്തിലും അത് നഷ്ടമാകുകയില്ല എന്ന് വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നു. വളരെ വിശ്വാസത്തിൽ ധീരതയുള്ള അല്ലെങ്കിൽ ധീരമായ വിശ്വാസമുള്ള ഒരു വൃദ്ധയായ വിശ്വാസിയോട് ഒരിക്കലെ ഒരു പ്രസംഗി ഇപ്രകാരം ചോദിച്ചു. അത് വളരെ ഒരു വെറ്റേറിനായിരിക്കുന്ന ഒരു ലേഡിയാണ്. അവളോടൊരു പ്രസംഗം ചോദിച്ചു, സുദീർഘമായ നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ നിന്റെ കർത്താവിൽ ആശ്രയിച്ചു, നിന്റെ ഈ ജീവിതകാലം മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നീ ആശ്രയിച്ചു. അതിനുശേഷം അവൻ നിന്നെ നരകത്തിലേക്ക് തള്ളിക്കളയുന്നു എന്ന് ചിന്തിക്കുക. അതായത് നിങ്ങൾ ഒരു 80 വയസ്സ് വരെ ജീവിച്ചു, അല്ലെ 85 വയസ്സ് വരെ ജീവിച്ചു. 85 വയസ്സ് വരെ ജീവിച്ച ശേഷം നിങ്ങൾ ഈ 85 വർഷക്കാലവും നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ചിരുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന്റെ അനന്തര ഫലമെന്ന നിലയിൽ നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിഗമിക്കുക. അങ്ങനെ വന്നാൽ അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്നായിരുന്നു ഈ പ്രസംഗന്റെ ചോദ്യം. പ്രസംഗൻ വാസ്തവത്തിൽ അവരുടെ വിശ്വാസത്തെ ഒന്ന് അളക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം, അല്ലാതെ അവരെ നരകത്തിൽ കർത്താവായ യേശു തള്ളിയിടുമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ വന്നാൽ നീ സുദീർഘമായ നിന്റെ ആയുസ് മുഴുവൻ സേവിച്ച കർത്താവായ യേശു നിന്നെ നരകത്തിന്റെ ക്രോധാഗ്നിയിലേക്ക് ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിൽ തള്ളിയിടുക, നിന്റെ വിശ്വാസമെല്ലാം വ്യർത്ഥമായി പോയി, നിന്റെ പ്രശംസയെല്ലാം അത് നിഷ്ഫലമായി പോയി, ദുർബലമായി പോയി എന്ന് വന്നാൽ നീ എന്ത് ചെയ്യും? ആ സ്ത്രീയോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ ഉത്തരം വളരെ രസകരമായ ഉത്തരമാണ്. അങ്ങനെ വന്നാൽ, അതായത് കർത്താവായ യേശു എന്നെ നിത്യമായി രക്ഷിക്കും എന്നുള്ള എന്റെ വിശ്വാസത്തിന് വിപരീതമായി കർത്താവായ യേശു ക്രിസ്തു അന്ത്യന്യായവിധിയിൽ എന്നെ തള്ളി നരകത്തിലേക്കാണ് വിട്ടത്. എങ്കിൽ എന്റെ 80 വർഷക്കാലം ഞാൻ ദൈവത്തെ സേവിച്ചത് എല്ലാം വ്യർത്ഥമായി പോവുകയും എന്റെ ആത്മാവ് നിത്യമായ നാശം അനുഭവിക്കുകയും ചെയ്യും. പക്ഷേ അതൊരു വലിയ നഷ്ടവുമാണ്. അതായത് കർത്താവായ യേശു അങ്ങനെ അവളെ പിടിച്ച് നരകത്തിലേക്ക് ഒടുവിലായി തള്ളിയിടുക എന്ന് പറഞ്ഞാൽ ഈ ആയുസ്സിലെ അവളുടെ എല്ലാ പ്രത്യാശയും അതിലൂടെ തീർന്നു. അത് അവളെ സംബന്ധിച്ചൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. എന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ അത് മുഖാന്തരമായി എന്റെ ദൈവത്തിനുണ്ടാകുന്ന നഷ്ടവുമായി എന്റെ നഷ്ടത്തെ ഞാൻ തട്ടിച്ചു നോക്കുമ്പോൾ എന്റെ നഷ്ടം വെറും നിസ്സാരമാണ്. ഒരു മനുഷ്യന്റെ ആത്മാവിനെ പാപത്തിന്റെ അഗാധതയിൽ നിന്നും അതിന് നിത്യമായ ശിക്ഷാവിൽ നിന്നും രക്ഷിപ്പാൻ വേണ്ടിയാണ് തന്റെ ഏകജാതനായ പുത്രനെ സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് മനുഷ്യവേഷം കൊണ്ട് താണഭൂമിയിലേക്ക് വിട്ട്
മനുഷ്യനായി പാപം വഴിയെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് ക്രൂശിതനായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന രക്ഷയുടെ പ്രവർത്തന പദ്ധതിയിൽ ദൈവം ചെയ്ത പുത്രനെ കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അതിനുവേണ്ടി പിതാവ് ചെയ്ത മുതൽ മുടക്കും പുത്രനെയാണല്ലോ ഏൽപ്പിച്ചു കൊടുത്തത്, സ്വന്തം പുത്രനെ അവൻ ആദരിച്ചില്ല എന്ന് വായിക്കുന്നു. അത് മുഖാന്തരം അങ്ങനെ ഒരു വിശ്വാസിയോട് ദൈവം തന്റെ വാഗ്ദത്തത്തെക്കുറിച്ച് അനുദപിച്ചിട്ട് അവളെ അല്ലെങ്കിൽ ആ വാഗ്ദത്തം ദുർബലമാക്കി അവനെ അല്ലെങ്കിൽ അവളെ നിത്യ നരകത്തിലേക്ക് തള്ളിയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമായി വിശ്വാസിക്ക് ഭവിക്കും. പക്ഷേ അത് മുഖാന്തരം ദൈവത്തിനുണ്ടാകുന്ന നഷ്ടവുമായി തുലനം ചെയ്യുമ്പോൾ ഈ നഷ്ടം ഏതുമില്ല എന്ന് ആ വൃത്തിയായ വിശ്വാസിനി പറഞ്ഞു. എനിക്ക് ആത്മനാശം വരുമ്പോൾ ദൈവത്തിന് തന്റെ സ്വഭാവ തത്വങ്ങൾ നഷ്ടം ഭവിക്കുന്നത്. അവൾ പറയാണ്, എന്റെ ആത്മാവ് ആ നിലയിൽ നഷ്ടമായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് നഷ്ടങ്ങൾ സംഭവിക്കും. ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു നാളും മാറ്റം വരാതെ ഇമ്മ്യൂട്ടബിൾ ആണ് അവന്റെ എല്ലാ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവരെ ഒരു നാളും യാതൊരു കാരണവശാലും തള്ളിക്കളയില്ല, അവരെ ഉപേക്ഷിക്കുകയില്ല. അവയ്ക്ക് നിത്യജീവനാണ് കൊടുത്തിരിക്കുന്നത്, ആ നിത്യജീവൻ ഒരു നാളും നശിച്ചു പോകുന്നതല്ല എന്ന് പറഞ്ഞ ശേഷം അവരെ ഉപേക്ഷിക്കുകയില്ല എന്ന് തന്റെ വചനത്തിന്മേൽ മാത്രം അഭയം ചൊല്ലിയിരിക്കുന്ന ഒരാത്മാവെങ്കിലും നശിച്ചു പോകുന്ന പക്ഷം ദൈവം ഭോഷ്ക് പറയുന്നവരാണെന്ന് വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവ്വലോകത്തെ സ്നേഹിക്കുന്ന ദൈവം മനുഷ്യവർഗത്തിനു വേണ്ടി തന്റെ ഏകജാതനായ പുത്രന്റെ തിരുശരീരത്തെയും രക്തത്തെയും പ്രതിപകരമായി ക്രൂശിന്മേൽ യാഗമാക്കി തീർത്ത ദൈവം, അതിൽ സംപ്രീതനായ ദൈവം ഒരു രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെങ്കിലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായി തീർന്നാൽ ക്രൂശിൽ അവൻ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയുടെ പൂർണ്ണതയിൽ വിശ്വസിച്ച ഒരു വിശ്വാസിയെ അവിടുന്ന് തള്ളിക്കളയുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ദൈവം ഭോഷ്ക് പറയുന്നവൻ ആണെന്ന് പറയേണ്ടായി വരും. പക്ഷെ വേദോസം പറയുന്നത് ഭോഷ്ക് പറയാത്ത വിശ്വസ്ത ദൈവം എന്നാണ്. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് ഭോഷ്ക് പറയാത്ത വിശ്വസ്ത ദൈവം. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുമോ എന്ന് സംശയിക്കാൻ പോലും ഒരു വിശ്വാസി പാടില്ല. കാരണം അറിയാമോ, അങ്ങനെ സംശയിക്കുമോ അതുപോലും ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് സംശയിക്കാൻ പോലും ഞാൻ അശക്തയാണെന്നാണ് ആ വനിത പറഞ്ഞത്. ഈ വാക്കുകൾ ഈ വിഷയബന്ധത്തിൽ വളരെ വാസ്തവമായതാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ രക്ഷ ദൈവത്തിന്റെ വിലയേറിയ വാഗ്ദത്തങ്ങൾ മേൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് അനുദപിക്കാറില്ല, ദൈവത്തെ അനുദപിക്കാൻ കഴിയുമില്ല. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ തേജസ്സോടെ തിരുസലിൽ നിർത്താമെന്ന്. അങ്ങനെ പറഞ്ഞ കർത്താവ് അവന് മനുഷ്യനല്ല, അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ആ കർത്താവ് പറയുന്നു, ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ തള്ളിക്കളയില്ല, യാതൊരു പ്രകാരത്തിലും നിങ്ങളുടെ നിത്യജീവൻ ഒരു നാളും നഷ്ടമാകുകയില്ല. അങ്ങനെ ആകുമെന്ന് സംശയിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ദൈവത്തെ അസത്യവാദിയാക്കുന്നു, രണ്ട്, ദൈവം ഭോഷ്ക് പറയുന്നവനാണെന്ന് വരുന്നു. അത് രണ്ടും ദൈവ സ്വഭാവത്തിന് നേരെ വിപരീതമായ പാപമാകിയാൽ ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ആത്മരക്ഷ സുസ്ഥിരമാണെന്ന് ദൈവ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിച്ച് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ ദൈവം ഇടയാക്കും. ദൈവം അതിനായി നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ ശുശ്രൂഷകൻ, സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുംപുഴ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.